അവൻ വളരെ കുട്ടിയായിരുന്നു. പക്ഷേ അവൻ്റെ ഉള്ളിലുള്ള വിഷമമെന്ന് പറയുമ്പോൾ വലിയ ആളുകളെയും കാട്ടും കൂടുതലായിരുന്നു. ഒരു 10 വയസ്സുകാരൻ്റെ ആത്മഹത്യയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. വളരെ വിഷമത്തോടെയാണ് അടുത്തിടെ ഇങ്ങനൊരു വാർത്ത കേട്ടത്. 10 വയസ്സുള്ള കുട്ടിയൊക്കെ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് ചിന്തിച്ചു പോകും. കാരണം വളരെ കുട്ടിയായിട്ടുള്ളൊരു പ്രായം. അവന് ഇത്രമാത്രം ടെൻഷൻ എങ്ങനെ അവൻ്റെ മനസ്സിലുണ്ടായി, അല്ലെങ്കിൽ ഇത്രമാത്രം വിഷമം അവൻ്റെ മനസ്സിൽ എങ്ങനെ ഉണ്ടായെന്ന് നമ്മൾ എത്ര ആലോചിച്ചിട്ടും പറ്റില്ല. കാരണം അവൻ്റെ ജീവിതത്തിൽ ടെൻഷനോ അല്ലെങ്കിൽ പ്രോബ്ലംസോ ഒന്നുമില്ല. ഇനി അവൻ്റെ മനസ്സിലൂടെ പോയത് അവന് മാത്രമേ അറിയുള്ളൂ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. നമ്മുടെ കൺമുമ്പിലുണ്ടാവുന്ന നമ്മുടെ കുട്ടികൾക്കും അതുപോലെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ കളിച്ചു നടക്കുന്ന കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്ന വിഷമം നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ കുട്ടികളിലും കൗമാരക്കാരിലും ആത്മഹത്യയെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോ രക്ഷകർത്താവും വളരെ ഗുരുതരമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ ഇടയ്ക്ക് 17-കാരനായിട്ടുള്ള ഒരാൾ മരണപ്പെടുകയുണ്ടായി. ഒരു കുട്ടിയാണ്. അദ്ദേഹത്തിനെ കളിയാക്കുകയുണ്ടായി. കോളേജിൽ വെച്ച് അവൻ്റെ കളറിനെക്കുറിച്ചും ശരീരഭാരത്തെക്കുറിച്ചുമൊക്കെ കളിയാക്കുകയുണ്ടായി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കളിയാക്കിയപ്പോൾ അമ്മ എന്ത് ചെയ്തു, നേരെ പോയി പ്രിൻസിപ്പലിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തു. പക്ഷേ ആ പ്രിൻസിപ്പൽ വലിയ കാര്യമാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും കളിയാക്കാനായിട്ട് തുടങ്ങി. അന്ന് വൈകിട്ട് അവൻ സൈക്കിൾ ഓടിച്ച് വെളിയിലോട്ട് പോയ കുട്ടിയാണ് 4ാമത്തെ നിലയിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നു. ഇത് അധികം നാളായിട്ടില്ല ഇത് സംഭവിച്ച്. ചെന്നൈയിലാണ് ഇത് നടന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് ആ വേദനയുടെ ഇൻറ്റൻസിറ്റിയാണ്. അത് നമുക്ക് മനസ്സിലാവില്ല, അവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ, അല്ലേ? ഇപ്പോൾ ചിലപ്പോൾ കുട്ടികൾ പറയാറുണ്ട്, എനിക്കിനി ജീവിക്കണ്ട എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ എനിക്കിനി ആരും വേണ്ട, എനിക്ക് ആരും ഇല്ല, ഞാൻ മരിച്ചാൽ നിങ്ങൾക്കൊക്കെ സന്തോഷമാവും എന്ന് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ചില വാക്കുകളാണ്. ഇതിന് നമ്മൾ വളരെ ശ്രദ്ധയോടെ ആ വാക്ക് മാത്രമായിട്ട് നോക്കിയാൽ അവർ സഹായം തേടാൻ വേണ്ടി അവർ പാടുപെടുകയാണ്. പല പഠനങ്ങളും പറയുന്ന ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ പറയുന്ന കുട്ടികളിൽ ഏകദേശം 10-ൽ 7 കുട്ടികൾ വരെ ആത്മഹത്യയ്ക്ക് ഭാവിയിൽ ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രശ്നം എന്താണെന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കണം. പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന് എന്ന് പറഞ്ഞാൽ ബുള്ളിയിങ് ആണ്. ഈ പറഞ്ഞേക്കുന്ന പോലെ കളിയാക്കുക, അതായത് ഫിസിക്കലായിട്ടുള്ള കളറിൻ്റെ പേരിലോ വണ്ണത്തിൻ്റെ പേരിലോ എന്തെങ്കിലും പൊക്കമില്ലായ്മയുടെ പേരിലോ അല്ലെങ്കിൽ അവരുടെ ജാതിയെക്കുറിച്ചോ ഒക്കെ പറഞ്ഞ് കളിയാക്കുക എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം കൂടുതലാണ്. സൈബർ ബുള്ളിങ് ഒക്കെ വളരെ കൂടുതലാണ് ഇപ്പോൾ. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫാമിലി ഇഷ്യൂസാണ്. ഇപ്പം അച്ഛനും അമ്മയുമായിട്ട് നല്ലോണം വഴക്കാണ്, അവരുടെ തമ്മിൽ ഡൈവേഴ്സാണ്. അതുപോലെ അച്ഛനും അമ്മയും ഒട്ടും ഈ കുട്ടിയുമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യുന്നില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരൻ്റാണ്, എപ്പോഴും വഴക്കിടുന്നു, അടി കൊടുക്കുന്ന ഒരു പേരൻ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ കുറച്ച് ആളുകൾ പെട്ടെന്ന് മരണപ്പെടുന്നു. അതുപോലെ പറയുകയാണ്, എല്ലാം സഹിക്കേണ്ടതാണ് നീ കുട്ടി എന്ന് പറഞ്ഞ് കുട്ടിയോട് നമ്മളൊരു പ്രതീക്ഷയുടെ വാതികൾ നമ്മൾ അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി തങ്ങളുടെ പ്രശ്നം തുറന്നു പറയാനൊരു വ്യക്തി ഇല്ലാതെ വരാം, കൂട്ടുകാരെ ഇപ്പോൾ ഇല്ലാതാവാം. ഇപ്പോൾ കേൾക്കാൻ ആരും ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ, മാതാപിതാക്കൾ പോലും ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ കുട്ടി എന്ത് ചെയ്യും? ആത്മഹത്യക്ക് പ്രതി. മൂന്നാമത്തെ കാര്യം അക്കാഡമിക് പ്രഷറാണ്. അതായത് തോൽക്കാനുള്ള പേടി, അല്ലെങ്കിൽ അണ്ടർ പെർഫോമൻസ് ആകുമ്പോഴത്തേക്കുള്ളൊരു പേടി. ഹൈ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും പേരൻസിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഹൈ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഇത്ര പ്രശ്നം. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന മെൻ്റൽ പ്രഷർ. ഇനി ചില കുട്ടികൾ ഇതെല്ലാം പല കാരണങ്ങൾ കൊണ്ട് ഡിപ്രഷനിലോട്ട് പോകും. അതുപോലെ ചില പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന കണ്ടീഷനുണ്ട്. അതായത് പെട്ടെന്ന് ഒരു ഫാമിലിയിൽ ഒരാൾ മരണപ്പെടുന്നു, അത് അവർക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് കാരണം വരാം. ചിലപ്പോൾ ഈ സെക്ഷൽ അല്ലെങ്കിൽ ഇമോഷണൽ ഈ അബ്യൂസിങ് നടക്കാം, നമ്മൾ അറിയില്ല. നമ്മുടെ വീട്ടിലുള്ള ചിലപ്പോൾ മെയ്ഡോ അങ്കിളോ വല്ലോ അവരെ ചെയ്യുന്നുണ്ടായിരിക്കും, അത് നമുക്ക് അറിയുന്നില്ലായിരിക്കും. ഇത് കാരണവും കുട്ടികൾ മരണപ്പെടാറുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയുടെയും സിനിമയുടെയും ഇൻഫ്ലുവൻസ് ഇപ്പം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സൂയിസൈഡ് സ്റ്റോറീസും അതുപോലെ ഇത്തരത്തിലുള്ള ഗെയിംസുകൾ വരെ ഇപ്പം ഒത്തിരി സമൂഹത്തിലുണ്ട്. അത്തരത്തിലുള്ള ഗെയിമുകൾ വരെ കുട്ടികൾ കളിക്കുന്നുണ്ട്. നമ്മൾ അറിയാത്ത പല ഗെയിംസിലും ഇത്തരത്തിലുള്ള സൂയിസൈഡൽ അറ്റംപ്റ്റ്സും എല്ലാം ഉണ്ട്. പിന്നെ പല സിനിമകളിലും ഇത് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസും ഒരു കാരണമാണ്. അതായത് ആൽക്കഹോൾ അല്ലാതെ ഈ മയക്കുമരുന്നും കഞ്ചാവിൻ്റെയൊക്കെ ഉപയോഗം വളരെയധികം കൂടുതലാണ്. അത് ഇല്ലാതാവുമ്പോൾ വളരെ ഡിപ്രഷനിലോട്ട് കുട്ടി പോകും. അപ്പോൾ അത് മാത്രമല്ല, പെട്ടെന്നൊരു തീരുമാനം എടുക്കാനൊക്കെ കുട്ടി ചെയ്യും. വളരെ പെട്ടെന്ന് ഒരു ഡിസിഷനൊക്കെ എടുക്കും. ഇനി കുട്ടികൾ കാണുന്നതും കേൾക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കുട്ടികളുടെ ലോകം എന്ന് പറയുമ്പോൾ വളരെ കുഞ്ഞു ലോകമാണ്. അവരുടെ 5 ഇന്ദ്രിയങ്ങൾ അവർക്കും ഉണ്ട്. കണ്ണ്, കാത്, മൂക്ക്, നോക്കുക, കേൾക്കുക, അതെല്ലാം അവർക്കുണ്ട്, അല്ലേ? തൊടുക, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അവരെ പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങളല്ലാതെ ഇവർ ഈ സിനിമയിൽ നിന്നും ഈ ഇതുപോലുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള മൂവീസൊക്കെ കാണുന്ന സമയത്ത് അവരുടെ മനസ്സിലും ഇത് ഇങ്ങനെ റീലുകൾ പതിയുകയാണ്, ആ ഒരു ചിത്രം പതിയുകയാണ്. ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നൊരു സിനിമ കാണുവാണെന്ന് കരുതിയോ, ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു കുഞ്ചകോപൻ്റെ പടത്തിൽ അങ്ങനെ കുറച്ച് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് കാണിക്കുകയുണ്ടായി. അപ്പോൾ അത് കാണുന്ന സമയത്ത് കുട്ടിക്ക് അങ്ങനെ തോന്നാം. അതുപോലെ തന്നെ വളരെ ഗെയിംസിലൊക്കെ ചില വളരെ ക്രൂരമായി കൊല്ലുന്ന തരത്തിലുള്ള ഗെയിംസൊക്കെ ഉണ്ട്. റോബ്ലോക്സ് പോലുള്ള ഗെയിംസിലൊക്കെ അങ്ങനെ കുറേ കാണുന്നുണ്ട്.
ഇങ്ങനെയുള്ള ഈ ദൃശ്യങ്ങളെല്ലാം കുട്ടികളുടെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് പതിയും. അത് പതിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? കുട്ടി ഉറങ്ങുന്ന സമയത്തെല്ലാം ഇത് മനസ്സിൽ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഷമം വരുന്ന സമയത്ത് കുട്ടിക്ക് അങ്ങനെ ഒരു ലോകത്തോട്ട് പോകാനായിട്ട് തോന്നും, അല്ലെങ്കിൽ ആ ഒരു കണ്ട കാര്യം ചെയ്യാനായിട്ട് തോന്നും. പിന്നെ കുട്ടികളാണെങ്കിൽ ഫോണുകളിലാണ്, മൊബൈൽ സ്ക്രീനിൽ മാത്രമാണ് കുട്ടികൾ. ഒരു 15 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുകയാണ്. കാരണം വീട്ടിൽ വേറെ ആരും സംസാരിക്കുന്നില്ല. ഒരു വീട്ടിൽ ഇരുന്ന് തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മൊബൈൽ ഇങ്ങനെയാണ് റീൽസ് കാണേണ്ടത്, സീരീസ് കാണാൻ വേണ്ടി അവരെ പഠിപ്പിക്കുന്നു. അവരും വേറെ ആരുമായിട്ട് സംസാരിക്കുക ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ അവരുടെ ജീവിതം ആ മൊബൈലിലോട്ട് മാറുകയാണ്. അവർ മനസ്സിലെ ശൂന്യത മാറാൻ വേണ്ടി പെട്ടെന്ന് സന്തോഷം കിട്ടുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾ തങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പറയാൻ മടിക്കുന്നതാണ്. അല്ലെങ്കിൽ മാത്രമല്ല, അവർക്ക് പറയാൻ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? അവരുടെ അപകടം തുടങ്ങുന്ന അവിടെയാണ്. അവിടെ അവർ ഈ മൊബൈലിൽ ഡിപ്പെൻഡ് ആവാൻ തുടങ്ങും. അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് 7ഓളം കാര്യങ്ങളുണ്ട്. നമ്മൾ ദിവസവും 30 മിനിറ്റെങ്കിലും കുട്ടിയുമായിട്ട് സംസാരിക്കാനായിട്ട് നോക്കുക. കുട്ടിയുമായിട്ട് അവരുടെ സന്തോഷം, അവരുടെ വിഷമം ഇതെല്ലാം കേൾക്കുക. ഇന്നത്തെ ദിവസം നിനക്കുണ്ടായ 5 സന്തോഷങ്ങൾ പറയാൻ പറയുക. ഇന്നത്തെ ദിവസം നിനക്കുണ്ടായ 5 വിഷമങ്ങൾ പറയാൻ പറയുക. അതുപോലെ തന്നെ അവർ വേറെ ആരെടുത്ത് ഓടിപ്പോയി പറയാൻ പാടില്ല അവൻ്റെ വിഷമം. നമ്മൾ ഉണ്ട്, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാവരുത്. നമ്മൾ എന്താണെങ്കിലും നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്നുള്ള ഒരു ഉറപ്പാണ് കൊടുക്കേണ്ടത്. എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങളുടെ അടുത്ത് ഓടി വരാനുള്ള ഒരു കോൺഫിഡൻസ് അവരിൽ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ മൊബൈൽ, ടാബ്ലറ്റ് പോലുള്ള സാധനങ്ങൾ ഒരു സമയപരിമിതി ആദ്യമേ തീരുമാനിക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. ജൂൺ 1 പറഞ്ഞാൽ ജൂൺ 1 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അന്ന് മുതലൊരു സോഷ്യൽ മീഡിയ റൂൾ കൊണ്ടുവരിക. പിന്നെ അതുപോലെ കുട്ടികളുടെ വേദനയൊന്നും ചെറുതായി കാണരുത്. അവർ കരയുമ്പോൾ ചോദിക്കുക, എന്താണ് നിന്നെ വിഷമിപ്പിച്ചത്? അതുപോലെ ആരെങ്കിലും കളിയാക്കിയാൽ അതിനെ കുറച്ചുകൂടെ കാര്യമായിട്ട് എടുക്കണം. ഓക്കെ, കുഞ്ഞ് മൗനമായാൽ നമ്മൾ കൂടെ ഇരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ തല്ലും ശകാരവുമല്ല നമുക്ക് വേണ്ടത്. പകരം അവരെ മനസ്സിലാക്കി, അവരെ പഠിപ്പിച്ച്, അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ചെയ്യേണ്ടത്. ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു ട്രസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യണം. പേടിയല്ല, നമ്മളെ പേടിക്കുകയല്ല വേണ്ടത്, നമ്മളെ കുട്ടികളെ പേടിപ്പിക്കുകയല്ല വേണ്ടത്. നമ്മൾ കൂടെ ഇരുന്ന് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒരു കുട്ടിയെയും താരതമ്യം ചെയ്യരുത്. ഇത് പണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയൊരു കുഴപ്പമാണ്. ഓരോ കുഞ്ഞിനെയും അവരുടെ സ്വഭാവമുണ്ടോ അല്ലെങ്കിൽ അവരുടെ പഠിത്തത്തിനെ കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ട് കമ്പയർ ചെയ്യും. ഒരു കാരണവശാൽ അത് ചെയ്യരുത്. കുട്ടികളെ മുറിവുണ്ടാക്കുകയാണ്. പിന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് കുട്ടികളെ പിടിച്ച് തള്ളരുത്. ഇപ്പം നിങ്ങളുടെ ജോലി സമ്മർദ്ദം കാരണം കുട്ടിയുടെ അടുത്ത് ചൂടാവരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയുമായിട്ട് വഴക്കിടുന്ന സമയത്ത് കുട്ടിയുടെ അടുത്ത് ചൂടാവരുത്. ഇതെല്ലാമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. നമ്മൾ കുട്ടികൾക്കുള്ള പ്രഷർ കുറയ്ക്കണം. അവർക്ക് മാർക്സിൻ്റെ പേരിലോ അല്ലെങ്കിൽ ധാരാളം കമ്പാരിസണോ ഒന്നും ചെയ്യരുത്. നീ ഒട്ടും കൊള്ളില്ല, നീ മറ്റവനെ പോലെ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുള്ള നെഗറ്റീവ് വാക്കുകൾ ഒരു കാരണവശാലും പറയരുത്. കുട്ടികളാണെങ്കിലും ചെറുപ്പക്കാരൊക്കെ ആത്മഹത്യ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ചില റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. ഈ റെഡ് ഫ്ലാഗ്സ് കണ്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾ കൂടുതൽ ആ കുട്ടിയെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് റെഡ് ഫ്ലാഗ്സ്? ഒന്ന്, കുട്ടി പെട്ടെന്ന് സംസാരിക്കാതാവുന്നു. ഓക്കെ. രണ്ടാമത്, കുട്ടി ഒറ്റയ്ക്ക് റൂമിൽ അടച്ചിരിക്കുക, അല്ലെങ്കിൽ കുട്ടി റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുക. പിന്നെ പെട്ടെന്നൊരു മൂഡ് ചേഞ്ച് ഉണ്ടാവുന്നു, വളരെ ശാന്തമാവുക, അല്ലെങ്കിൽ ഞാനില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ജീവിതം മടുത്തു, ഞാനില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ, അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസുകൾ പറയുന്നുണ്ട്. ഒരിക്കലും അത് ഇഗ്നോർ ചെയ്യരുത്. ഇത് എയർലി ക്രൈ ആണ്. നിങ്ങളുടെ ഹെൽപ്പിന് വേണ്ടിയുള്ള ചില സെൻറ്റൻസുകളാണ് കുട്ടി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു സേഫ് ഹോം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? നിങ്ങൾ ആ കുട്ടിയെ ശകാരിക്കുന്നത് ഒഴിവാക്കുക, കുട്ടിയുടെ മുമ്പിൽ വെച്ച് വഴക്കിടുന്നത് ഒഴിവാക്കുക. അതുപോലെ ആ ഹോം എന്ന് പറയുന്നത് അവർക്കൊരു പീസ്, ലവ്, അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു സ്ഥലമാക്കുക എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കുക. അവൻ്റെ പ്രശ്നം വന്ന് പറയാനുള്ള ഒരാളാണ് എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രമാത്രം കുട്ടികളിൽ ഈ കാര്യങ്ങളെല്ലാം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടി ഒരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെയാണ്. അതായത് നമ്മൾ എന്തും അതിനെ ആഗിരണം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നല്ലതാണോ ചീത്തയാണോ എന്ന് കുട്ടിക്ക് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. ഇപ്പോൾ സിനിമയിലോ റീലിലോ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആത്മഹത്യ കാണുന്ന സാധനങ്ങളെല്ലാം കുട്ടി കണ്ടു കഴിഞ്ഞാൽ, വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കുട്ടികളുടെ മനസ്സിനെ ബാധിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ചും ഒരു 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. നിങ്ങൾ കുട്ടികളുമായിട്ടൊരു ചങ്ങാതത്തിലായി കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതായത് നിനക്ക് ഇഷ്ടമാവുന്ന ഇൻഫ്ലുവൻസർ ആരാണ്, അവരുടെ ഏത് കണ്ടൻറ്റാണ് ഇഷ്ടം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കുട്ടി ആരെയാണ് ഫോളോ ചെയ്യുന്നത്, ഏത് ട്രെൻഡിലോട്ടാണ് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന റീലുകൾ ചിലപ്പോൾ അവർ ഫോളോവേഴ്സിനെ നോക്കിയോ അല്ലെങ്കിൽ നമ്പർ നോക്കിയോ ഒക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. ഒരു നല്ലൊരു വ്യക്തി ആയിരിക്കില്ല ചിലപ്പോൾ അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ വളരെ ശ്രദ്ധാപൂർവം, വളരെ ആലോചിച്ചിട്ട് വേണം സംസാരിക്കാനായിട്ട്. ഇത്തരത്തിൽ ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങൾ തടയാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ തന്നെയാണ്. എല്ലാം ഒന്നിച്ച് ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കരുത്. ഓരോ ദിവസവും പതുക്കെ പതുക്കെ മാറ്റാനായിട്ട് പോവുക. ഒരു 30 മിനിറ്റ് കുടുംബമായിട്ട് സംസാരിക്കാനായിട്ട് നോക്കുക. കുട്ടികളുടെ വിഷമം അവർ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമ്മളത് വളരെ കാര്യമായിട്ട് എടുക്കുക. കുട്ടികൾ മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നമ്മൾ
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, അവരെ സംസാരിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇഫ് യുവർ ചൈൽഡ് ഈസ് സൈലൻറ്റ് യു ഹാവ് ടു ലിസൺ. ഇഫ് യുവർ ചൈൽഡ് ഈസ് ആംഗ്രി ദെൻ ഹഗ് ദം. ഇഫ് യുവർ ചൈൽഡ് ക്രൈസ് സിറ്റ് ബിസൈഡ് ദം, ലിസൺ ടു ദം. ഓക്കെ, ഇത് മറക്കരുത്. കാരണം ഇതാണ് എയർലി ക്ലൂസ്. നമ്മൾ എയർലി ക്ലൂ മിസ്സായി പോകുമ്പോഴാണ് പ്രശ്നം. നമ്മുടെ കുട്ടികളുമായിട്ട് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാനായിട്ട് 3 കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്. ആദ്യത്തെ സ്നേഹം. നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇടയ്ക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതാവുമ്പോൾ അവരെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളോട് അത് ആദ്യം ഒന്ന് പറയും. അപ്പം അതുകൊണ്ടാണ് സ്നേഹം ഉണ്ടെന്ന് അവരെ അറിയിക്കുകയും വേണം, സ്നേഹിക്കുക മാത്രം പോരാ. രണ്ടാമതായിട്ടുള്ള സമയമാണ്. അതായത് നമ്മൾ വേറൊരു കാര്യത്തിലും ഡിസ്ട്രാക്റ്റ് ആവാതെ, വേറൊരു കാര്യത്തിലും ഇൻവോൾവ് ആവാതെ ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ നൽകേണ്ടതാണ്. അത് വളരെയധികം മാറ്റം കുട്ടികളിൽ ഉണ്ടാക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സംവാദം. അതായത് നിങ്ങൾ മാത്രം അങ്ങോട്ട് പറഞ്ഞാൽ പോരാ, ആ കുട്ടി ഇങ്ങോട്ട് പറയുന്നതും കൂടെ കേൾക്കുക. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ പറയാനുണ്ടാവും, ചിലപ്പോൾ അവരുടെ കൂട്ടുകൾ ചിലപ്പോൾ കളിയാക്കുന്നത് നിങ്ങളോട് പറയാനുണ്ടാവും. അതൊക്കെ നിങ്ങളോട് പറയുമ്പോഴായിരിക്കും കുട്ടിക്ക് ഒരു സമാധാനം കിട്ടുന്നത്. കുട്ടി ഒട്ടും സംസാരിക്കുന്നില്ലെങ്കിൽ നമുക്ക് സംസാരം തുടങ്ങാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള 5 കാര്യങ്ങൾ എന്താണ്, ഇന്ന് ഇഷ്ടപ്പെടാത്ത 5 കാര്യങ്ങളുണ്ട്, അത് ഏതൊക്കെയാണെന്ന് പറയാമോ. അങ്ങനെയൊക്കെ നമ്മുടെ കുട്ടിയെ ഇൻട്രാക്ഷനിലോട്ട് കൊണ്ടുവരിക. ഈ 3 കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് കഴിയും. കുട്ടികളുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ചെറിയ നല്ല കാര്യങ്ങൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയും. ഇപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിന്ന് സംസാരിച്ചത്. കുഞ്ഞിൻ്റെ ഒരു കരച്ചിലും നമ്മൾ ഒരു കാരണവശാലും അവഗണിക്കരുത്. വളരെ കാര്യമായിട്ട് ഇതെടുക്കുക. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.